ജിതിൻ ദേവ് ആ തരത്തിൽ ഇതിലൊരു സ്ട്രാറ്റജിക് എറർ സംഭവിച്ചോ ബി.ജെ.പിയെ സംബന്ധിച്ച്? ഇതിലൊരു ഗ്രാൻഡ് പൊളിറ്റിക്കൽ ഡിസൈൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഇത് ഐക്യം എന്ന് പറയുന്ന സംഗതി പബ്ലിക്കായി പൊട്ടിത്തകർന്നു പോകുന്ന വിധത്തിൽ, വിസിബിൾ ആവുന്ന വിധത്തിൽ 8 ദിവസം കൊണ്ട് സംഭവിച്ചു. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ ഫലപ്രദമായി നടപ്പാക്കാറുള്ള ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അതിനുള്ള തലച്ചോറുമുണ്ട്. പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അത് പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോവുകയാണോ? അഭിലാഷേ, എനിക്ക് നിങ്ങൾ സമയം തരണം. കാരണം നിങ്ങൾ 5-6 പേർക്കാണ് ഞാൻ മറുപടി പറയേണ്ടുന്നത്. അതിനു മുമ്പ്, അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ശ്രീ ജോർജ് പൊടിപ്പാറയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. എവിടെ പോയിട്ടാണ് ശ്രീ വി.ഡി. സതീശൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗത്തിൻ്റെ ബഹുമാനായിട്ടുള്ള ജനറൽ സെക്രട്ടറിയെ വിമർശിച്ചത്? കാന്തപുരത്തിൻ്റെ മറ്റൊരു സമുദായ നേതാവിൻ്റെ വേദിയിൽ പോയിട്ട് മുഖ്യമന്ത്രി കാറിൽ കയറ്റിയ ഇൻസിഡന്റ് എടുത്തിട്ടുകൊണ്ട് കാറിൽ കയറ്റുന്ന ആൾക്കാർ ആരാണ് എന്ന് കേട്ടണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാൻ, അതിനകത്ത് അങ്ങയുടെ അഭിപ്രായം എനിക്ക് ആഗ്രഹമുണ്ട്. ആ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതേപോലെ തന്നെ അങ്ങ് പറഞ്ഞു ശബരിമല പ്രക്ഷോഭം ഞങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന്. ശ്രീ ജോർജ് പൊടിപ്പാറ, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സംഘപരിവാർ പ്രവർത്തകർ, BJP പ്രവർത്തകന്മാർ ഇന്ന് കോടതി വരാൻ തന്നെയാണ്. BJPയുടെയും RSSന്റെയും നേതാക്കന്മാർ ലോഡ് കണക്കിന് കേസ് തലയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എത്ര ദിവസം ഈ ഭരണകൂടം കെ സുരേന്ദ്രനെ കേരളം മുഴുവൻ കൊണ്ടു നടന്നു? എന്തെല്ലാം തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു? എത്രയോ മനുഷ്യന്റെ വീട് രാത്രി ചവിട്ടിപ്പൊളിച്ച് കയറി എത്രയോ പാവപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുപോയി. എന്തെല്ലാം മർദ്ദനങ്ങൾ അഴിച്ചു വിട്ടു. എത്ര മനുഷ്യരെ തല്ലിച്ചതച്ചു. അപ്പോ ഞങ്ങൾ ഹൈജാക്കർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ശബരിമല പ്രക്ഷോഭ സമരത്തിൽ ആത്മാർത്ഥതയോടെ പങ്കെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനവും അല്ലെങ്കിൽ പങ്കെടുത്ത പ്രസ്ഥാനങ്ങൾ ഏതാന്നുള്ളത് ഈ നാടിന്റെ ജനങ്ങൾക്കറിയാം, ശബരിമല വിശ്വാസികൾക്കറിയാം. അതിന് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പോ രണ്ടാമത്തെ കാര്യം, ജിൻഡോ ജോൺ പറഞ്ഞ എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടിയെ KM ഷാജി മതമാണ് പ്രശ്നം. 10 വർഷം നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ പിടിച്ചെടുത്ത് സമുദായത്തിന് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അധികാരം പിടിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞ KM ഷാജിയെ ഒരു വാക്ക് കൊണ്ടുപോലും നിങ്ങൾ നോവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ക്രിമിനൽ കേസിൽ പ്രതി, വെള്ളാപ്പള്ളി നടേശൻ തട്ടിപ്പുകാരൻ, എന്തേ ഈ തരത്തിൽ പ്രസംഗിച്ച ഒരാളെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? നിങ്ങളുടെ കൂട്ടുകാരൊക്കെയാണ്? ജമാഅത്ത് ഇസ്ലാമി അല്ലേ? PFI അല്ലേ? SDP അല്ലേ? ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഈ പറഞ്ഞ വർഗീയ സംഘടനകൾക്ക് അട്ടിപ്പേർ കൊടുത്തേക്കുവാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ തൊഴുത്തിലൊന്നും കേരളത്തിലെ മതേതര മുസ്ലിം സമൂഹത്തിനെ, ദേശീയ മുസ്ലിങ്ങളെ കൊണ്ടുകെട്ടാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ആ വഴി നിങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും അവർ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഈ നാടിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന വർഗീയത, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷലിപ്തമായ വാക്കുകൾ, നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളെല്ലാം കാണുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്തൊരു മതേതര പാർട്ടിയാ? അധികാരം കിട്ടിയ സമയത്ത് പച്ചബോർഡ് വെക്കാൻ ശ്രമിച്ചവരല്ലേ? അധികാരം കിട്ടിയ സമയത്ത് അവരുടെ രാഷ്ട്രീയ ചിഹ്നം ചോദ്യപേപ്പറിൽ അടിക്കാൻ ശ്രമിച്ചവരല്ലേ? വിളക്ക് കത്തിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയി നിന്നവരല്ലേ? ഇവർക്കാണോ മതേതര നിലപാടുള്ളത്? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടത്. പിന്നെ വീണ്ടും ശ്രീകുമാർ മനയിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, അഭിലാഷ്, ഇതിനകത്ത് RSS ഒരു അജണ്ടയും ഇല്ല. RSSും NSSും അങ്ങേറ്റം ഐക്യത്തോടെ പോകുന്ന സംഘടനയാണ്. ഞങ്ങളെ ഒരു വാക്ക് കൊണ്ട് പോലും RSS എന്ന് പറയുന്ന സംഘടനയെ വിമർശിക്കാൻ ശ്രീ സുകുമാരൻ നായർ സാർ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പത്രസമ്മേളനത്തിൽ തയ്യാറായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? NSSന്റെ പ്രഖ്യാപിത നിലപാട് സമദൂരം എന്ന നിലപാടാണ്. ആ സമദൂരം എന്ന നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് അതിനകത്തൊരു രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നു. സഹകരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം സഹകരിക്കും. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി എന്താണ്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? സുകുമാരൻ നായർ എന്ന് പറയുന്ന ആരാധനായിട്ടുള്ള NSSന്റെ ജനറൽ സെക്രട്ടറി വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇത് ഞങ്ങളുടെ അജണ്ടയേ അല്ല. NSSും SNDPയും അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ഹൈന്ദവ സമൂഹം തമ്മിൽ ഒന്നിക്കേണ്ടതും ഐക്യപ്പെടേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തോന്നിയത് ആ സമുദായങ്ങൾക്കാണ്. SNDPയെയും NSSനെയും കീഴ്പ്പെടുത്തി അധികാരത്തിൽ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനൊന്നും RSS ശ്രമിക്കുന്നില്ല. 100 വർഷമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ച സംഘടനയ്ക്ക് ഈ രാജ്യത്ത് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. അത് ദേശീയതയിലൂന്നിയ ലക്ഷ്യമാണ്. ഈ രാജ്യത്തിന്റെ പരമവൈഭവമാണ്. അതിനാണ് RSS പ്രവർത്തിക്കുന്നത്. അല്ലാതെ സമുദായ സംഘടനയെ പിടിച്ചെടുക്കുന്നത് RSSന്റെ നിലപാട്. RSSന് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് RSSന്റെ BJPയുടെ നിലപാട്.